Hi friends, welcome to Amaze Academy. So ഈ വീഡിയോ ബേസിക്കലി ഗേറ്റ് എ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ആണ്. ഗേറ്റ് എ എക്സാമുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, ഇവർ ഒരുമിച്ച് പഠിച്ചാൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം നമുക്ക് ഗേറ്റ് എ എക്സാമുകൾ തമ്മിലുള്ള ഡിഫറൻസസ് സംസാരിക്കാം. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഗേറ്റ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല സ്റ്റുഡൻസും ബാക്ക് ഔട്ട് ചെയ്യുന്നത്. അത് മേ ബി ഗേറ്റ് ഒരു ടഫ് എക്സാം ആണെന്നുള്ളൊരു മിത്ത് കാരണമായിരിക്കും. ബേസിക്കലി ഗേറ്റ് അങ്ങനെ ഒരു വളരെ ടഫായിട്ടുള്ള എക്സാം അല്ല. അപ്പൊ അതിനെക്കാട്ടി മേ ബി ഒരു ടഫ് എക്സാം ആയിരിക്കും ESC പോലത്തെ എക്സാംസ്. അവിടെയും ESC പ്രിലിംസ് ഒക്കെ ആക്ച്വലി നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ കൺവെൻഷനിൽ പോലും അവിടെ എന്തുകൊണ്ടാണ് ടഫ്നെസ് പറഞ്ഞാൽ നമ്പർ ഓഫ് വേക്കൻസീസ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ നോളജ് ലെവല് എല്ലാത്തിലും സെയിം തന്നെയാണ്. നമ്മൾ ചില എക്സാംസിന് മെമ്മറി ബേസ്ഡ് ആണ്, ചില എക്സാംസ് ഈ പറഞ്ഞ പോലെ ഒരു കൺസെപ്ഷ്യൽ ബേസ്ഡ് ആണ്. അതുപോലെ അത് തന്നെയാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം ആണ്. എന്നാൽ എക്സാം അങ്ങനല്ല, കുറച്ചുകൂടെ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസും ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള കുഴപ്പങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസിക് ഒരു ഇൻട്രോ, അതായത് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഗേറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് ജസ്റ്റ് ഒരു M.Techന് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമിനെ പോലെയാണ് ഗേറ്റിനെ കരുതുന്നത്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഗേറ്റ് എക്സാം ജസ്റ്റ് ഒരു M.Techന് വേണ്ടി പോകാനുള്ള ഒരു എക്സാം അല്ല. IIT NITസിലൊക്കെ തീർച്ചയായിട്ടും M.Tech നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, PSUസിലും നമുക്ക് നല്ല ജോബ് കിട്ടും. ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ജോബ്സ്, ഹൈ പേയിങ് സാലറി ആയിട്ടുള്ള ജോബ്സ് നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എക്സാമിനെ അത് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഗേറ്റ് എക്സാമിന് എക്സ്ക്ലൂസീവായിട്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ അത് പോരാതെ വരും. സോ ദാറ്റ് ഇസ് എ മെയിൻ ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് പ്രസക്തി വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് എക്സാം, 2 എക്സാംസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എക്സാംസ് പൊതുവെ സ്റ്റുഡൻസ് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ഗേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹയർ സ്റ്റഡീസ്, ഇപ്പം M.Tech ആവാം, PhD ആവാം, അതിനോടൊപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ജോബ്, PSUസിലൊക്കെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവെ സ്റ്റുഡൻസ് ഈ 2 എക്സാമിലെ കണ്ടുവരാറുള്ളത്. വേറെ ഒരു ഡിഫറൻസ് ആണ് ഇതിന്റെ ഒരു ടൈപ്പ് ഓഫ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമിന് 1 മാർക്കാണ് ക്വസ്റ്റ്യൻസ് എങ്കിൽ ഗേറ്റിന് 1 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ട്, 2 മാർക്സ് ക്വസ്റ്റ്യനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിഫറൻസ്. കുറച്ചുകൂടി തിയറിറ്റിക്കൽ ആയിരിക്കും എക്സാം. അത് പണ്ടായിരുന്നു കേട്ടോ, അതിന്റെ കാര്യത്തിലോട്ട് വരാം. എന്നാൽ ഗേറ്റിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറച്ചുകൂടി ന്യൂമറിക്കൽ ബേസ്ഡ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഫാക്ച്വൽ ഡേറ്റ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ IS കോഡൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനകത്ത് വരുന്ന ഒരുപാട് മെമ്മറൈസ് ചെയ്യേണ്ട വാല്യൂസ്, ഇതെല്ലാം ക്ക് ചോദിക്കും. ഓവർസിയർ ലെവൽ, JE ലെവൽ എക്സാംസിന് ചോദിക്കും. എന്നാൽ ഗേറ്റിന് പൊതുവേ ഒരു ചോദിക്കാറുണ്ട്, പക്ഷെ അത്രത്തോളം ഒരു ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറില്ല. അവിടെ കൺസെപ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ പല പല ഡിഫറൻസുകളുണ്ട്. ആൻഡ് ഏറ്റവും ബിഗസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചില സബ്ജക്ട്സിന്റെ ഡിഫറൻസ് ആണ്. ഇപ്പൊ ലോട്ട് വരുമ്പോൾ നമുക്ക് BMC, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, നമ്മൾ ഗേറ്റിന് തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. എന്നാൽ ലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 18 മാർക്ക് ഉള്ളൊരു സബ്ജക്റ്റ് ആണ് BMC എന്ന് പറഞ്ഞാൽ. അതുപോലെ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർസ്പെക്റ്റീവിൽ ഗേറ്റിന് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറില്ല. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് തന്നെ ടണൽ, ഹാർബർ, ബ്രിഡ്ജ്, ഇതുപോലത്തുള്ള അർബൻ പ്ലാനിങ്, അതുപോലത്തുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ നമ്മൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പൊ അതിൽ നിന്നും ഒരു 5 മാർക്സ്. അപ്പോൾ എല്ലാം കൂടെ ടോട്ടലി നമ്മൾ കൂട്ടുമ്പോൾ ഒരു 25 മാർക്കോളം ഓൺ ആൻ ആവറേജ് നമ്മൾ ആക്ച്വലി ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഗേറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കോർ സബ്ജക്ട്സ് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ജനറൽ ആപ്റ്റിറ്റ്യൂഡുമാണ്. പോയിന്റ് ബി നോട്ടഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഈ വരുന്ന SSC, JE, RRB, JE എക്സാംസിനെല്ലാം ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മാത്രമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഗേറ്റും എക്സാം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എന്നാൽ ഇവരുടെ സിമിലാരിറ്റീസ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ഗേറ്റ് എക്സാമിന്റെ ഏറ്റവും വലിയ സിമിലാരിറ്റി ആണ്
കോർ സബ്ജക്റ്റിലെ നോളജ്. കോർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 12 കോർ സബ്ജക്ട്സുകളുണ്ട്. അത് രണ്ടിനും ഈക്വൽ ആണ്. അപ്പം ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്, RCC ഉണ്ട്, സ്റ്റീൽ ഉണ്ട്. ഇനി അതും കൂടാതെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളജി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട്, ഇപ്പൊ സർവേ. അപ്പൊ ഇതെല്ലാം കോർ സബ്ജക്റ്റിൽ. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് അല്ലെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഒക്കെ സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ ഉണ്ട്, ഈവൻ ഗേറ്റിന് പോലും അല്ലെ, സെപ്പറേറ്റ് പേപ്പർ ഉണ്ട്. സർവേന്, ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗ് അല്ലെ. അപ്പൊ ഈ ഒരു 12 സബ്ജക്ട്സിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ എക്സാംസിനുണ്ട്. 2 മാത്രമല്ല, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഏത് എക്സാം എഴുതിയാലും, SSC ചെയ്യുകയാണെങ്കിലും RRB ചെയ്യുകയാണെങ്കിലും ഏത് എക്സാം, അതായത് നിങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നത് ഈ 12 സബ്ജക്ട്സ് ആണ്. അതിലോട്ട് ബാക്കിയുള്ള സബ്ജക്ട്സ് നമ്മൾ ആഡ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയ സിമിലാരിറ്റി. അതായത് ഈ 12 സബ്ജക്റ്റും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതി എന്ന് പറയുമ്പോൾ യു ഹാവ് ടു സ്റ്റഡി ബോത്ത് ദ കൺസെപ്ച്വൽ ആൻഡ് തിയററ്റിക്കൽ വേ. കാരണം പിന്നീട് അതിന് സമയമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതിൽ പിന്നെ ആദ്യം നമുക്ക് തിയറി പഠിക്കാം, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂമറിക്കൽ പഠിക്കാം. അങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്തത് അത് വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ കോർ സബ്ജക്റ്റുകൾ നിങ്ങൾ വളരെ ഫണ്ട്, കാരണം ഇതായിരിക്കും നിങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം ആഡ് ഓൺസ് ആണ്. അതിന്റെ കാര്യത്തിലൂടെ ഞാൻ വരാം. അപ്പം പോയിന്റ് ബി നോട്ടഡ്, ഇതാണ് ഏറ്റവും വലിയ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ, പലരോടും എന്നോട് ചോദിക്കാറുണ്ട്, എത്ര സമയം വേണം നമുക്ക് ഈ എക്സാം പഠിക്കാൻ. ബേസിക്കലി ഒരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഒരു 6 to 8 months ആണ് നമുക്കിപ്പോൾ ഗേറ്റ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും വേണ്ടത്. ഇനി നിങ്ങൾ ഈ ഗേറ്റ് എക്സാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ 6 മാസം പഠിക്കുന്നു, ഒരു എക്സാം വരുന്നു, പിന്നെ 6 മാസം പഠിക്കുന്നു, നിങ്ങളുടെ 1-1.5 വർഷം പോകും. അതിനെക്കാട്ടി നല്ലത് ഒരുമിച്ച് ഒരു 8-9 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ഈ പറയുന്ന സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റും. സോ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കോർ സബ്ജക്ട്സിന്റെ നോളജ് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് എക്സാമിന് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ നോളജ് വേണമെന്ന് പറയുന്നത്? പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, തിയറിറ്റിക്കൽ നോളജ് ആണ് പക്ഷെ ഡീപ്പായിട്ട് പഠിക്കേണ്ട എന്നുള്ളത്. അപ്പൊ അത് ഞാൻ ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം. വെൻ യു ആർ കമ്പയറിംഗ് ബോത്ത് and ഗേറ്റ് എക്സാംസ്, എക്സാം എന്ന് പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടെ വിട്ടിൽ പഠിക്കണം, കുറച്ചുകൂടെ ഒരു പെരിഫറി നോളജ് വേണം, എന്നാൽ ഡെപ്ത് കുറവായിരിക്കും. ദ ഡെപ്ത് ഓഫ് നോളജ് വിൽ ബി ലെസർ കമ്പയർഡ് ടു ഗേറ്റ് എക്സാമിലോട്ട് വരുമ്പോൾ ഒരു ഫോക്കസ്ഡ് ഏരിയ ആയിട്ട്, അപ്പോൾ ഒരു വിഡ്ത്ത് കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ സബ്ജക്ട്സിൽ നിങ്ങൾ ഡെപ്ത് കൂട്ടി പഠിക്കണം, കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കണം. അപ്പം ഐ തിങ്ക് ദ പോയിന്റ് ഇസ് ക്ലിയർ. അപ്പൊ ഗേറ്റ് എക്സാമിന് കുറച്ചുകൂടി ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഗേറ്റിന് 2 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ മാർക്കിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ എഴുതുന്ന ന്യൂമറിക്കൽസിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം കൂടും. അത് ബേസിക് ലോജിക്കാണ്. സോ ഗേറ്റിന് മോർ ഡെപ്ത് ആണ്, ലെസ് വിഡ്ത്ത് ആണ്. അപ്പൊ അതൊരിക്കലും നമുക്ക് എക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം എഴുതുന്ന ഒരു സ്റ്റുഡന്റിന് അവർക്ക് ഡെപ്ത് മാത്രം പോരാ, അവർക്ക് ആ പെരിഫറി നോളജ്, എല്ലാ സബ്ജക്റ്റിനെയും പറ്റിയുള്ള ബേസിക് നോളജ് വേണം. ഇവിടെയാണ് ഗേറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡന്റിനും എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും പ്രശ്നങ്ങൾ വരുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ കംപ്ലീറ്റ്ലി ഒരു റോട്ട് ലേണിംഗ്, ഒരു ബൈ ഹാർട്ട് മോഡിലോട്ട് പോകും. എന്നാൽ ഗേറ്റ് മാത്രമായിട്ട് പഠിക്കുന്ന സ്റ്റുഡന്റ് എന്ത് ചെയ്യും? അവർ കൺസെപ്ച്വൽ ആയിട്ട് ന്യൂമറിക്കൽ ബേസ്ഡ് മാത്രമായിട്ട് പോകും. അപ്പൊ ഒരു ക്രോസ് ഓവർ എക്സാം വന്നാൽ, അതായത് മിക്സ് പാറ്റേൺ വന്നാൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പം ഗേറ്റ് സ്റ്റുഡന്റിന് ഒരു ഗവൺമെന്റ് ജോബിന്റെ ആഗ്രഹം വരുമ്പോൾ അവർക്ക് പിന്നീട് ആദ്യം തൊട്ടേ പഠിക്കേണ്ടി വരും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. അപ്പൊ ആ ഒരു എന്താണ് സത്യാവസ്ഥ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പോഴേ നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ വേ ഓഫ് പ്രിപ്പറേഷൻ ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇത് രണ്ടും മിക്സഡ് ആയിരിക്കണം. ആൻഡ് അതിനൊരു പ്രോപ്പർ പ്ലാനിങ് വേണം. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഒരു ഗേറ്റ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ആക്ച്വലി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞിരുന്നത്. യു ക്യാൻ ഡു സെൽഫ് സ്റ്റഡി ഓർ യു ക്യാൻ ഡു സച്ച് എ കോഴ്സ്. ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഗേറ്റ് എക്സാംസിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഗേറ്റ് എല്ലാ വർഷവും ഫെബ്രുവരിയിലുണ്ട്. എന്നാൽ എക്സാം അങ്ങനെയല്ല. ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസം കഴിഞ്ഞിട്ട് എക്സാം, ഡേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ പഠിക്കുക. ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു ജാനുവരി ആവുമ്പോൾ ഈ കോർ സബ്ജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഫെബ്രുവരിയിൽ ഗേറ്റ് എക്സാം ഉണ്ട്. നൗ ഇഫ് യു ആർ സീരിയസ്ലി പ്രിപ്പയറിംഗ് ഫോർ ഗേറ്റ്, അതായത് എംടെക്കിന് പോകണം എന്ന് വളരെ സീരിയസ് ആയിട്ട് ഉള്ളവർ, അല്ലെങ്കിൽ PSUവിന് പ്ലേസ്മെന്റ് കിട്ടണം എന്ന് ഭയങ്കരമായിട്ട് ഒരു പാഷൻ ഉള്ളവർ, ഈ ജാനുവരിയിലുള്ളിൽ തന്നെ എഞ്ചിനീയറിംഗ് മാത്സും ആപ്റ്റിറ്റ്യൂഡും പഠിക്കുക. യു ക്യാൻ സ്കിപ്പ് സബ്ജക്ട്സ് such as BMC അല്ലെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ എസ്റ്റിമേഷൻ വാല്യുവേഷൻ ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം തൽക്കാലത്തേക്ക്. ആൻഡ് ഫെബ്രുവരിയിൽ എക്സാം കഴിയുന്നു.
ഫെബ്രുവരി എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബാക്ക് ടു ലേണിംഗ്. അപ്പോൾ ഫെബ്രുവരി ഒരു പകുതി തൊട്ട് ഒരു മാർച്ച് എൻഡ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെ യു ക്യാൻ ലേൺ ഓൾ അതർ തിയറിറ്റിക്കൽ സബ്ജക്ട്സ്, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതുപോലെ എയ്ക്ക് മാത്രമുള്ള സബ്ജക്ട്സ്, കാരണം അത് ഗേറ്റിന് വേണ്ട. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു ലേണിംഗ് ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കോടെ തീരും. അപ്പം അതിന്റെ ഗുണം എന്താ? നിങ്ങൾക്ക് ഗേറ്റും പ്രിപ്പയർ ചെയ്യാം, ഗേറ്റിനും സ്കോർ ചെയ്യാം, കൺസെപ്ച്വലി ലേൺ ചെയ്യാം. അതിന്റെ പാരലി നിങ്ങൾ കോർ സബ്ജക്റ്റ് നമ്മൾ കൺസെപ്റ്റ് മാത്രമല്ല തിയറിയും പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേനും നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് അല്ലെ, A+ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് തീരുന്നത്. അപ്പം അവിടെ തൊട്ട് നിങ്ങൾക്ക് ഏത് എക്സാം വന്നാലും, സി ആസ് എ ബിടെക് ഹോൾഡർ, ഒരു ജസ്റ്റ് ബിടെക് ഉള്ള ഒരു സ്റ്റുഡന്റിന് ഏത് എക്സാം വന്നാലും എഴുതാനുള്ളൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. ആൻഡ് ടൈം നിങ്ങൾ നോക്കി, ടൈം ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മിനിമം 1.5-2 വർഷം വേണ്ടി വരും. ഇവിടെ നമ്മൾ ഏപ്രിൽ തീർക്കുവാണ് നമ്മുടെ പ്രിപ്പറേഷൻ, അതായത് കറക്റ്റ് ഒരു 8 to 9 months ഫുൾ പ്രിപ്പറേഷൻ തീരുവാണ്. അപ്പൊ നിങ്ങളുടെ ടൈം യങ് ഏജിന്റെ ടൈമാണ് അല്ലെ, യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ ഇതിന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ യങ് ഏജ് എന്ന് വെച്ചാൽ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ആണ്. അപ്പൊ അതിൽ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പൊ അത് ഇവിടെ സേവ് ചെയ്യാന്നുള്ളതാണ്. ദെൻ മണി, അപ്പൊ നിങ്ങളൊരു കോഴ്സിന് പോവുകയാണെങ്കിൽ ആദ്യം ഗേറ്റിന് പോകുന്നു, പിന്നെ എയ്ക്ക് പോകുന്നു, എത്ര പൈസ വേണം? സോ ഒരു ഗേറ്റ് ഇന്റഗ്രേറ്റഡ് ഒരു കംപ്ലീറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ എത്രത്തോളം മണി നിങ്ങൾക്ക് സേവ് ചെയ്യാം. സോ അതൊരു പ്രാക്ടിക്കൽ കാര്യമല്ലേ, സത്യമായിട്ടൊരു കാര്യമല്ലേ അല്ലേ? പിന്നെ കോൺഫിഡൻസ്, ഇങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് ഏത് എക്സാം എഴുതാനും ഒരു ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് കിട്ടും. അത് വേറെ ആർക്കും തന്നെ കിട്ടത്തില്ല. ഈവൻ നിങ്ങൾക്ക് ESE പോലും പ്രിപ്പയർ ചെയ്യാം ഈ ഒരു നോളജ് വെച്ചിട്ട്. കഴിഞ്ഞ നമ്മുടെ ഈ ബാച്ചിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഗേറ്റ് ക്ലിയർ ചെയ്തു, നല്ല റാങ്കോടെ ESE പ്രിലിംസ് ക്ലിയർ ചെയ്തു. അവരെല്ലാം ഗേറ്റ് ബാച്ച്, കാരണം ഞങ്ങൾ ഈ ഗേറ്റ് ലെവലാണ് പഠിപ്പിക്കുന്നത്. ഈ ബാച്ച് ഇരുന്നിട്ട് ഗേറ്റും ESE ഒക്കെ ക്രാക്ക് ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ ബാച്ച് ആണെന്ന് പറഞ്ഞാലും നമ്മളൊരു ഗേറ്റ് ലെവലേ പഠിപ്പിക്കത്തുള്ളൂ മിനിമം. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഓക്കെ, അപ്പം ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഒരു 6 to 8 months പ്ലാൻ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഡ്രോബാക്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത്, ഇതിന് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഫ്രണ്ട്സ്, പ്ലാനിങ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നമ്മൾ ഏത് എക്സാം എഴുതിയാലും നമ്മൾ എന്തിനാണ് ആ എക്സാം പഠിക്കുന്നത്, നമ്മുടെ ഡ്രീം എന്താണ്, ഇതിനെല്ലാം ഒരു പാഷൻ വേണം അല്ലെ. കാരണം ഏത് എക്സാം ചൂസ് ചെയ്താലും ഇറ്റ് വോണ്ട് ബി ഈസി ആക്ച്വലി. ഇപ്പം നിലവിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഏത് എക്സാം എടുക്കുമ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ കാണും. ഇപ്പം നിങ്ങൾ കേരള PSCയുടെ ജനറൽ PSC എടുക്കുക, നമ്മുടെ പേപ്പർ വിട്ടേക്ക്, ജസ്റ്റ് ജനറൽ PSC പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനകത്തും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആലോചിക്കുക എത്ര പേരാണ് എക്സാം എഴുതുന്നത്? ഒരു 6 to 10 ലക്ഷം പേരാണ് ജനറൽ PSC എഴുതുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും അവർ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇസ് ചേഞ്ചിങ്. അപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു 2018 പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ യു ഹാവ് ടു ലേൺ ഇൻ ദാറ്റ് വേ, കൺസെപ്ച്വൽ വേ ആൻഡ് തിയററ്റിക്കൽ വേ. രണ്ടും കൂടെ 2 രീതിയിലും പഠിക്കുന്ന ആൾക്കേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു റാങ്ക് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാനാണ്. അതായത് പഠിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക. സോ ദാറ്റ് യു വോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഒരിക്കലും നിങ്ങളുടെ ഒരു ടൈം വേസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 year ബിയോണ്ട് ആയിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇത് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപാട് ബാച്ചിലെ സ്റ്റുഡൻസിനെ നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഇപ്പോഴേ ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് വേണം. എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ഒരു 1 to 2 years ഡൗൺ ദ ലൈൻ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് കോഴ്സിന് ചേരുന്നു. ആൾക്കാരോട് ചോദിച്ചിട്ട് എടുക്കുക അല്ലെ, കാരണം പല കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ പറ്റുവാണെങ്കിൽ ഒരു ഡെമോ കോഴ്സിന് ചോദിക്കുക. ഇപ്പൊ നമ്മുടെ തന്നെ കോഴ്സൊക്കെ നിങ്ങൾക്ക് 1 or 2 days ഫുള്ളി ഫ്രീ ആയിട്ട് തുറന്നു തരും. നിങ്ങൾക്ക് ഫുൾ ഇരുന്ന് കണ്ട് യു ക്യാൻ ഡിസൈഡ്. കാരണം അത് അതിന്റെ വേ ഓഫ് പ്രസന്റേഷൻ, എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാം കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് മേക്ക് ഷുവർ. കാരണം വൺസ് ഒരിടത്ത് കോഴ്സ് ചേർന്നാൽ പിന്നെ നമ്മൾ ഫീസും അടച്ച് പിന്നെ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി വരണം. ഇപ്പൊ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളാണെങ്കിലും ഓൺലൈൻ ബാച്ചുകളാണെങ്കിലും ഏത് ബാച്ച് ചേർന്നതിന് ഒരു ഡെഡിക്കേഷൻ വേണം. ഒരു ഈ പറഞ്ഞ 6 to 8 months അല്ലെങ്കിൽ പോട്ടെ ഒരു 10 months ഒരു ഡ്യൂറേഷനിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത സ്റ്റുഡൻസിനെല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരുടെയും ഡ്രീംസ് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ അമീസ് അക്കാഡമിയുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്തെങ്കിലും എൻക്വയറീസോ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. Amaze Academy. Call 8281741894.